ഹായ് ഫ്രണ്ട്സ്, വിജയാസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചീരയുടെ കൂടെ ചക്കക്കുരു കൂടി ചേർത്തുണ്ടാക്കുന്ന ഒരു അവിയലാണ്. ഇത് വളരെ സ്വാദിഷ്ടമായ ഒരു ചീരക്കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ചീര അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാനിന്നിവിടെ ഒരു കെട്ട് ചീര എടുത്തിട്ടുണ്ട്. അതിങ്ങനെ അതിൻ്റെ തണ്ട് വേറെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇലയെല്ലാം കൂടി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത്ര തോരൻ അരിയുന്ന മാതിരി അത്ര ചെറുതായിട്ട് അരിയേണ്ട, കുറച്ച് വലുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇവിടെ ഞാൻ ചീരയുടെ കൂടെ കുറച്ച് ചക്കക്കുരു കൂടി എടുത്തിട്ടുണ്ട്. ഒരു 15-20 എണ്ണം വേണം. അത് ചെറുതായിട്ട് അരിഞ്ഞ് ലേശം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കണം. ഇത് ചതയ്ക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ ചെറുതായിട്ട് ചതച്ചെടുക്കുവാണ് ഏറ്റവും നല്ലത്. ഇത് ചീരയുമായിട്ട് ചേർത്ത് അവിയലുണ്ടാക്കിയാൽ വളരെ ടേസ്റ്റാണ്. ഈ തണ്ടരിഞ്ഞത് നമുക്ക് ആദ്യം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് വേകാനായിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ കൂടെ പാകത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ വീതം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അടച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഈ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ചീര 3/4 വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി ചേർത്ത് ഒന്നുകൂടി വേവിച്ചെടുക്കാം. കുറച്ച് പുളിവെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ശകലം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് കുറച്ചുകൂടി വേവിക്കാം. ഇനി അരച്ച് ചേർക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 2 ചുമന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ച് എടുക്കാം. ഇത് ഫൈനായിട്ട് അരയ്ക്കണ്ട, ഒരു തരുതരിപ്പായിട്ട് അരച്ചാൽ മതി. ഇനി നമുക്ക് അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചക്കക്കുരു ഇതിനകത്ത് നല്ലോണം ഉടഞ്ഞ് ചേരണം. ആ ഒരു രീതി വേണം ഇത് ആദ്യം വേവിച്ചെടുക്കാൻ. പുളിക്ക് പകരമായിട്ട് മാങ്ങ വേണേലും ചേർക്കാം. പച്ചമാങ്ങയോ അല്ലെങ്കിൽ ഉണക്കിയ മാങ്ങയോ ചേർക്കാം. മാങ്ങ ചേർക്കുമ്പോഴാണ് ചീരയവിയലിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതിൽ മാങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ ചീര വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ നമ്മൾ മാങ്ങാ കഷ്ണങ്ങളും കൂടെ കൂട്ടത്തിൽ ചേർക്കണം, എങ്കിലേ വെന്ത് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ഇതിന് കൊഴുപ്പ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനിപ്പം നല്ല പാകത്തിന് നല്ല കൊഴുപ്പുണ്ട്, ഞാൻ അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. ചക്കക്കുരു ചേർത്തത് കൊണ്ടാണ് പാകത്തിന് നല്ല കൊഴുപ്പായത്. ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇതൊന്നുകൂടി അടച്ചു വെക്കാം. അരപ്പ് വേകുന്നിടം വരെ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് ഇത് വേവിക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അവിയൽ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏലക്കറി വെക്കുന്നതിലൊന്നും ഞാൻ കറിവേപ്പില ഇടാറില്ല, അതുകൊണ്ട് ഞാൻ ഇതിൽ കറിവേപ്പിലയൊന്നും ഇട്ടിട്ടില്ല. അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരയവിയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ചക്കക്കുരു ചേർത്ത് ചീരയവിയൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ഒരുപാട് ഇഷ്ടപ്പെടും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.